ഫ്രണ്ട്സ്, വെൽക്കം ടു LMThing. നമ്മളെന്ന പേജ് നമ്പർ 13 രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നോക്കിക്കേ, കുറേ സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, 2 സ്ക്വയർ, ഇത് 4 എണ്ണം, ഇതിൽ 6, ഇത് 8. ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലും ചെറിയ സമചതുരങ്ങളുടെ എണ്ണം എത്ര? ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? രണ്ടാമത്തെ ചോദ്യം, എത്ര വലിയ ചതുരങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത്, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലും എത്ര സ്ക്വയർ വീതം ഉണ്ട്? സ്ക്വയറുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് വി കണ്ടിന്യൂഡ് ദ പാറ്റേൺ ഓഫ് പിക്ചേഴ്സ്, ഇതുപോലെ നമ്മൾ ഈ പാറ്റേൺ തുടർന്ന് പോവുകയാണെങ്കിൽ, ആർ ദ സീക്വൻസസ് എബോവ് അരിത്തമാറ്റിക് സീക്വൻസ്? നേരത്തെ കിട്ടിയ ശ്രേണികളെല്ലാം സമാന്തര ശ്രേണികളാണോ? അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം മനസ്സിലല്ലേ? നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം പടങ്ങളാണ് വരച്ചിട്ടിരിക്കുന്നത്. സീ ദീസ് പിക്ചേഴ്സ്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പടത്തിൽ എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്? 1, 2. ഇതിലെത്ര? 1, 2, 3, 4. 1, 2, 3, 3, 6. ഇതിലെത്ര? 8 എണ്ണം ഉണ്ടല്ലേ? 8. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? വലിയ സമചതുരങ്ങൾ എത്ര എണ്ണം? വലുത് എത്ര എണ്ണം? ഇതിൻ്റെ അകത്ത് വലുതൊന്നുമില്ല. ഇത് 4 എണ്ണം കൂടുമ്പോൾ ഒരു സമചതുരം. ഇതിൻ്റെ അകത്ത് ഈ 4 എണ്ണം കൂടുമ്പോൾ ഒരെണ്ണം, പിന്നെ ഈ 2 എണ്ണത്തിന് ഒഴിവാക്കിയുണ്ട് ഈ അവസാനമുള്ള ഈ 4 എണ്ണം കൂടെ ചേരുമ്പോൾ 2 എണ്ണം. ഇവിടെയോ ഇത് 2 കൂടെ ചേരുമ്പോൾ 1, പിന്നെ ഇത് 2 കൂടെ ചേരുമ്പോൾ 1, അപ്പോൾ 2 എണ്ണമായി. പിന്നെ നടുക്കുള്ളത്, അപ്പുറം ഇപ്പുറം ഉള്ളതിനെ ഒഴിവാക്കിയുണ്ട് ഈ നടുക്കുള്ള 4 ചെറിയ സമചതുരങ്ങൾ ചേരുമ്പോൾ ഒരെണ്ണം, അപ്പോൾ 2, 1, 3. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ചെറുതും വലുതുമായി എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ ഇത് നമുക്ക് കൂട്ടിയാൽ പോരെ? ചെറുതിൻ്റെയും വലുതിൻ്റെയും സീക്വൻസാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 + 0 2, 4 1 5, 6 2 8, 8 3 11. ഇഫ് വി കണ്ടിന്യൂ ദ പാറ്റേൺ ലൈക്ക് ദിസ്, ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ, ആർ ദ സീക്വൻസസ് എബോവ് ആർ അരിത്തമാറ്റിക് സീക്വൻസ്? സമാന്തര ശ്രേണിയാണോ എന്നാണ് ചോദിച്ചത്. സമാന്തര ശ്രേണിയാണെങ്കിൽ എന്താണ്? കോമൺ ഡിഫറൻസ് ഉണ്ട്. സമാന്തര ശ്രേണി അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 4 - 2 2. അപ്പം കോമൺ ഡിഫറൻസ് ഉണ്ട്. യെസ് ഇറ്റ് ഈസ്. ബാക്കി ഞാൻ എഴുതാം, യെസ് ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഞാൻ ഷോർട്ടായിട്ട് വേണമെങ്കിൽ എഴുതാം AS എന്ന്, പക്ഷേ നിങ്ങൾ എഴുതാൻ പാടില്ല കേട്ടോ. ഇവിടെയോ 1 - 0 എത്ര? 1. 2 - 1 1. യെസ് ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. AS എന്ന് എഴുതുന്നുള്ളൂ. ഇവിടെ നോക്കിക്കേ, 5 - 2 എത്ര? 3. 8 - 5 അത് 3. 11 - 8 അത് 3. അപ്പം യെസ്. എന്തുകൊണ്ടാണ്? കോമൺ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ്. യെസ് ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഇതാണ് രണ്ടാമത്തെ ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ഇൻ ദ പിക്ചർ ബിലോ ദ പെർപെൻഡിക്കുലർസ് ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ അകലം എല്ലാം തുല്യമാണെന്ന് മനസ്സിലായോ? ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് height of the perpendiculars on continuing this form an arithmetic sequence. ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് തെളിയിക്കണം. പിന്നെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. ഡ്രോ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലർ ടു ദ നെക്സ്റ്റ് പെർപെൻഡിക്കുലർ. ഓരോ പെർപെൻഡിക്കുലർ, ഇതെല്ലാം പെർപെൻഡിക്കുലർ ലംബം അല്ലേ? ഇതിൻ്റെ മുകളിൽ നിന്ന് ഓരോന്നിനും എന്താണ്? പെർപെൻഡിക്കുലർ, ടോപ്പിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. വരച്ചിട്ടാണ് ഇത് തെളിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് തെളിയിക്കാം. മൂന്നാമത്തെ ചോദ്യം നമ്മൾ വായിച്ചാണ്. അതിൻ്റെ ചിത്രമാണ് വരച്ചിട്ടിരിക്കുന്നത്.
എന്താണ് പെർപെൻഡിക്കുലേഴ്സ് ആണ്. ഇതെല്ലാം ഈ 4 എണ്ണം പെർപെൻഡിക്കുലർ ആണ്. ഇതിപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയതാണ് ABCDEFGH. ഇതെല്ലാം പെർപെൻഡിക്കുലർ ഉണ്ട്, 90 ഡിഗ്രിയാണ്. അപ്പം ഇവിടെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓരോ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറയുന്നുണ്ട്. ടോപ്പ് എൻഡിൽ നിന്ന് ഓരോ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറയുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ P എന്നും ഇതിനെ Q എന്നും ഇതിന് R എന്നും കൊടുക്കാം. ഈ അകലങ്ങളെല്ലാം തുല്യമാണെന്ന് പറയുന്നുണ്ട്. OA AC CE EG ഈ അകലങ്ങളെല്ലാം തുല്യമാണ്. അത് നമുക്ക് എഴുതാം. OA സമം AC സമം CE സമം EG ഓരോന്നും X ആണെന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഇതിന് ഇവിടെ X ഈ അകലങ്ങളെല്ലാം തുല്യമാണ്. അപ്പോൾ ഈ ഫിഗറിൽ നോക്കിയാൽ, ചിത്രത്തിൽ നോക്കിയാൽ OABയും OCD ഈ 2 ത്രികോണങ്ങൾ എടുക്കുകയാണെങ്കിൽ ദേ ആർ സിമിലർ ട്രയാങ്കിൾസ്. എങ്ങനെയാണ് സിമിലർ ട്രയാങ്കിൾ? വൺ സൈഡ്, ഈ വൺ സൈഡ് ആൻഡ് ഈസ് ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു വൺ സൈഡ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് അതർ ട്രയാങ്കിൾ. ദ 2 ട്രയാങ്കിൾസ് ആർ സിമിലർ. അതായത് സദൃശ ത്രികോണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് സദൃശ ത്രികോണങ്ങൾ? സദൃശ ത്രികോണങ്ങൾ എന്നാൽ ഒരു വശവും അതിൻ്റെ ഉൾക്കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിനോടും ഉൾക്കോണിനോടും തുല്യമായാൽ ത്രികോണങ്ങൾ സദൃശങ്ങളാണ്, ഇൻക്ലൂഡഡ് ആംഗിൾസ് ആണ്. അപ്പം ഇവിടെ 90 ആണ്, എല്ലാത്തിലും 90 ആണ്. പിന്നെ എന്താണ് വൺ സൈഡ് നോക്കിക്കേ, OB OD OA OC. അപ്പോൾ വൺ സൈഡ് ആൻഡ് ഈസ് ഇൻക്ലൂഡഡ് ആംഗിൾസ്. ഈ ആംഗിൾ 2 ട്രയാങ്കിളും കോമൺ അല്ലേ എന്ന് നോക്കിക്കേ. ഇത് 90, ഇത് കോമൺ, ഇത് 90, ഇത് കോമൺ. അപ്പോൾ ഈ ലെങ്തും നോക്കിക്കേ. Therefore we can say that triangles are similar. Triangles സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ. അതായത് ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പ്രൊപ്പോർഷണൽ ആണ്, ആനുപാതികമാണ്. അത് നമുക്കങ്ങ് എഴുതാം. ഇൻ ട്രയാങ്കിൾ OAB and triangle OCD. In triangle OAB and OCD are triangle OAB and OCD are similar triangles, similar right triangles. അപ്പം സിമിലർ ആകാനുള്ള കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുണ്ട്, രണ്ടിനും കോമൺ ആയിട്ടുള്ള ആംഗിൾ, രണ്ടിനും 90 ഡിഗ്രി. One side and its included angle of a triangle are equal to one side and included angle of other triangle. The 2 triangles are similar. അതുകൊണ്ട് സിമിലർ ആയതുകൊണ്ട് സൈഡ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ. Therefore sides are proportion, ആനുപാതികമാണ്, വശങ്ങൾ ആനുപാതികമാണ്, പ്രൊപ്പോർഷണൽ. അപ്പോൾ നമുക്കിനി പ്രൊപ്പോർഷൻ എഴുതിക്കൂടെ? എങ്ങനെ പ്രൊപ്പോർഷൻ എഴുതാം? OA by OC, that OA by OC പുറത്തോട്ട് എഴുതാം അല്ലേ? നമുക്ക് പ്രൊപ്പോർഷൻ പുറത്തോട്ട് എഴുതാം. അതായത് സൈഡ്സ് ഓഫ് പ്രൊപ്പോർഷൻ ആകുമ്പം OA by OC is equal to എത്ര? X by X 2x x by 2x, that is equal to AB by CD. OA by OC is equal to AB by CD. ഈ 2 പ്രൊപ്പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് AB by CD is equal to 1/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? CD is equal to 2AB എന്ന് കിട്ടും. CD is equal to 2AB. സിമിലർലി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? EF എത്ര കിട്ടും? 3AB എന്ന് കിട്ടും. രണ്ടാമത്തത് 3AB എന്ന് കിട്ടും. ഇനി GH ഇതുപോലെ തന്നെ
നമുക്ക് എന്ത് കിട്ടും? 4AB എന്ന് കിട്ടും. GH is equal to 4AB. നമുക്കിത് നോക്കേ, AB 2AB ആ സീക്വൻസ് എഴുതാം. AB 2AB 3AB 4AB ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് അരിത്തമാറ്റിക് സീക്വൻസിലാണോ? അതെ, നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലേ? 2AB നിന്ന് AB പോയ AB, 3AB നിന്ന് 2AB പോയ AB. therefore എന്താണ്? that is AB is the common difference. കോമൺ ഡിഫറൻസ് ഞാൻ CD എന്ന് എഴുതുന്നുള്ളൂ. സോ perpendiculars are in arithmetic sequence. ഷോർട്ടായിട്ട് നിങ്ങളാരും ഷോർട്ടായിട്ട് എഴുതരുത് കേട്ടോ. ഞാൻ ഷോർട്ടായിട്ട് എഴുതിയെന്ന് പറഞ്ഞ് നിങ്ങൾ ഷോർട്ടായിട്ട് എഴുതരുത്, ഫുള്ളായിട്ട് എഴുതണം. ഈ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഷോർട്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മൂന്നാമത്തെ ചോദ്യം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം 2 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. 2 ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ബൈ. ഓക്കെ.